അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന അഥവാ വിമർശനങ്ങൾ നേരിടുന്ന ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യമാർഗം അഥവാ ഒരു ഫലമുള്ള വൃക്ഷത്തിലേക്ക് ആളുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ആലോചിച്ച് നോക്കും, ഫലമില്ലാത്ത ഒരു വൃക്ഷത്തിലേക്കോ കുട്ടികളൊന്നും എറിയുകയില്ല, അതിമേലൊന്നും കായ്ക്കുന്നില്ലല്ലോ. അതോടൊപ്പം തന്നെ ഒരു വേസ്റ്റായിട്ടുള്ള ഒരു ഗുണകരമല്ലാത്ത ഉപകാരപ്രദമല്ലാത്ത ഒരു പഴം കായ്ക്കുന്ന മരത്തിലും ആളുകൾ എറിയാറില്ല. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ പല വൃക്ഷങ്ങളും കാണാറുണ്ടല്ലോ. പക്ഷേ അതിൽ വേസ്റ്റായിട്ടുള്ള നമുക്ക് പ്രയോജനകരമല്ലാത്ത പലതും കാണും. പഴങ്ങളോ എന്തായാലും ഇലയാണെങ്കിലും അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മളെല്ലാവരും അത് പൊട്ടിച്ചെടുക്കും, അല്ലേ? അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കറി വെക്കും, അത് ഉപയോഗിക്കും. അപ്പോൾ എന്നതുപോലെ തന്നെ ഫലമില്ലാത്ത വൃക്ഷങ്ങളിലേക്ക് എറിയാറില്ല എന്നതുപോലെ തന്നെ ഫലമുള്ള വൃക്ഷത്തിലേക്ക് എറിയും. അപ്പോൾ എന്നതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാം ഈ 1400 കൊല്ലമായിട്ട് അങ്ങേയറ്റം മറ്റുള്ളവരുടെ ഏറുകളും വിമർശനങ്ങളും അപമാനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. 1400 കൊല്ലം മുമ്പുള്ള പ്രഖ്യാപനമാണ്. ഇത് പരിശുദ്ധമായിട്ടുള്ള ഒരു സത്യസന്ധമായ മനുഷ്യരെ വഴികാട്ടിയായ നേർമാർഗത്തിൻ്റെ ഒരു വ്യവസ്ഥ. അപ്പോൾ ഈ വ്യവസ്ഥക്കെതിരെ എല്ലാവരും നാലു ഭാഗത്തു നിന്നും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് ഇവിടെ നിലനിൽക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ശാരീരികമായ ഘടനകളോട്, ഇച്ഛകളോട്, താല്പര്യങ്ങളോട് അഥവാ തോന്നിവാസങ്ങളോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാ സലകക്കും ഫീ സഖർ. ഈ അത് ഭീകരമായ നരകത്തിൽ കടക്കാൻ എന്താണ് കാരണം? മനുഷ്യരോടാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുന്നത്. കാലൂലന്നക്കു മിനൽ മുസല്ലീൻ ഓലന്നക്കു നുത്ഹിമുൽ മിസ്കീൻ. നോക്കണം, ദൈവസ്മരണയുടെ അടിസ്ഥാനത്തിലുള്ള നമസ്കാരം ഞങ്ങൾ നടത്തിയിരുന്നില്ല, ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. കുന്നാ നഖൂദു മഅൽ ഖായിലീൻ. തോന്നിവാസികളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. നോക്കണം, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മോശകരമായ ക്ലേശകരമായ നരകാഗ്നിക്ക് പാത്രമാകേണ്ട ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത്, അപ്പോൾ ഈ ഹിദായത്തിൻ്റെ മാർഗം പ്രവാചകൻ കൊണ്ടുവന്നപ്പോൾ ആ പ്രവാചകനെ അന്നും കല്ലെറിഞ്ഞു, ഇന്നും കല്ലെറിഞ്ഞു. ഇന്ന് ആ പിൻഗാമികളായ മുസ്ലിം സമുദായത്തെ കല്ലെറിയുന്നു ഏറ്റവും അപമാനകരമായിട്ട്. പക്ഷേ അതാവട്ടെ 2050 ഈ ലോകം മുഴുവനായിട്ട് വളർന്നു വരാനുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നു, പറയുന്നു, പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ മാർഗങ്ങൾ മനുഷ്യനിർമ്മിതമല്ല. അത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, മഹത്തായിട്ടുള്ള ഒരു ആശയമാണ്. ആ ആശയത്തെ എങ്ങനെ ഉടച്ചു കളയാൻ ശ്രമിച്ചാലും ഭൂമിയിൽ അതിനെ ആഴത്തിൽ എറിയുവാൻ ശ്രമിക്കുമ്പോൾ അത് അതിനേറെ 10 മടങ്ങ് അഥവാ ഡൈനാമിക് റിലീജൻ എന്ന പേരിലാണ് ആ മതം ഇന്ന് അറിയപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബിനു നായർ, അതാണ് ഞാൻ പറഞ്ഞത്, ബിനു നായർ എന്ന് പേരായിട്ടുള്ള ഒരു മുസ്ലിമല്ല അദ്ദേഹം പ്രവാസിയായി സൗദി അറേബ്യയിൽ കാലങ്ങളായിട്ട് കഴിയുന്ന ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അള്ളാഹു നേർമാർഗം യുദ്ദില്ലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറ. ധാരാളം ആളുകൾക്ക് ഈ പരിശുദ്ധ വേദം കൊണ്ട് നേർമാർഗം ലഭിക്കും. അതോടൊപ്പം ലിയാഖത്ത്, ആരിഫ്, ജാമിദ പോലെയുള്ളവർക്ക് ഈ പരിശുദ്ധമായ വേദം കൊണ്ട് വഴിപ്പിഴപ്പും സംഭവിക്കും. അപ്പോൾ ഈ ബിനു നായർക്ക് എന്ത് സംഭവിച്ചു? ഡോക്ടറാണ് അദ്ദേഹം സാധാരണക്കാരനായ ഒരു മനുഷ്യരല്ല, വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ബോധമുള്ള ഒരു ഡോക്ടർ. അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞു. ആ പരിശുദ്ധമായ ഖുർആൻ ആദ്യം പഠിച്ചു. ആദ്യമായിട്ട് അദ്ദേഹത്തിന് അർത്ഥങ്ങളൊന്നും അറിയില്ല, പക്ഷേ പിന്നീട് അദ്ദേഹം പഠിച്ചു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എന്തായി? അദ്ദേഹം ഇസ്ലാമിലെത്തി. അതോടൊപ്പം നമുക്കൊക്കെ അറിയാം, കാറ്റ് സ്റ്റീവനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ യൂസുഫുൽ ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ സിറാജ് അബൂബക്കർ എന്ന് പേരായിട്ടുള്ള ഒരു ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ ധാരാളം, അഥവാ ദിനംപ്രതി ഈ പരിശുദ്ധമായ ആദർശത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത് എല്ലാ വിമർശനങ്ങളെയും എല്ലാ പരിഹാസങ്ങളെയും ഒക്കെ എന്താ പറയുക, പുറങ്കാലുകൊണ്ട് ചവിട്ടി പരിശുദ്ധമായ ഈ ദീനിനെതിരെ ചളി തെറിപ്പിക്കാനും അവഹേളനം നടത്താനും ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് കൂടുതൽ ആളുകൾ ഇത് പരിശോധിക്കുക. എന്താണ് ഈ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഇത് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ വർഗീയമാണോ, ഭീകരതവാദത്തിൻ്റെതാണോ എന്ന് പരിശോധിക്കുമ്പോഴാണ് അവർക്ക് ബോധ്യമാകുന്നത്. നമ്മുടെ GS പ്രദീപൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്ന് പരിശുദ്ധ ഖുർആനും ഒന്ന് മാർക്സിൻ്റെ ഒരു പുസ്തകവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരൊക്കെ, അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരായ സൂക്ഷ്മശാലികളായ ആളുകളൊക്കെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ മാർഗത്തെ തള്ളിക്കളയാൻ കഴിയില്ല.
എന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധമായിട്ടുള്ള യുദില്ലു ബിഹി കതീറം വയഹദി ബി കതീറ ഓമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിക്കൂൻ എന്ന് പറഞ്ഞാൽ വളരെ നിർഭാഗ്യവന്മാരായ ആളുകൾക്ക് മാത്രമേ ഇതിൽ നിന്ന് നേർമാർഗം ലഭിക്കാതിരിക്കുകയുള്ളൂ. അത് ഈ ജാമിദയും ലിയാഖത്തും ആരിഫും നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നു. മറ്റുള്ള സർവരാലും ഈ ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ ഒരു നോക്ക്, അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നോക്ക് കണ്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായി? അദ്ദേഹം അതിനു മുമ്പൊന്നും ഖുർആൻ പഠിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ സഫീന ബീവിയോടൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അതാണ്. ബുദ്ധിയുള്ള സ്ത്രീയാണ് സഫീന. ആ സഫീന ബീവി കാര്യങ്ങൾ വിവേകപൂർവ്വം മനസ്സിലാക്കാൻ കഴിവുണ്ട്. അവർ ഈ പരിശുദ്ധ ഖുർആൻ ഒന്ന് മനസ്സിരുത്തി പഠിക്കുകയും വായിക്കുകയും ചെയ്താൽ, ഇപ്പോൾ അവർ ഇസ്ലാം അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അടിസ്ഥാനപരമായ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ഇപ്പം നമുക്കൊക്കെ അറിയാം മാധവിക്കുട്ടിയൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിലെത്തിയത്. നമ്മെ മാതിരി ഒരു ഒഴുക്കിനൊപ്പം പോയിട്ട് അങ്ങോട്ട് ചേർന്നതല്ല, മറിച്ച് മതത്തെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ചിന്തിച്ചപ്പോൾ അവർ ഈ പരിശുദ്ധ ഇസ്ലാമിലെത്തുകയും അവർ പറഞ്ഞ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം വൈറലായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അവസാനത്തിൽ കിട്ടിയിട്ടുള്ള മഹത്തായ മാതൃക മഹത്തായിട്ടുള്ള മതം എന്നെ അങ്ങേയറ്റം മധുരിപ്പിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് ഒക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.